കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെയൊക്കെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് കുപ്രസിദ്ധ മോഷ്ടാക്കളായ കുറുവ സംഘം. അപ്പോൾ അവർ എറണാകുളത്തും ആലപ്പുഴയിലും ഉള്ളതായിട്ട് വാർത്തകൾ വന്നിരുന്നു. മാത്രമല്ല ചില മോഷണ കേസുകൾ അവിടെ നടന്നത് ഇവരാണ്, ഇവരുടെ സാന്നിധ്യം ഉള്ളതായി പോലീസും കൺഫേം ചെയ്തു. ഇവർ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടുകാരാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ തിരുട്ട് ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ കുലത്തൊഴിലാണ് മോഷണം. അവരത് അവരുടെ തൊഴിൽ ചെയ്യുന്നു. പ്രത്യേകിച്ച് അതിന് പൂജകളും കാര്യമൊക്കെ ചെയ്തിട്ടാണ് അവർ ആ മോഷണത്തിനായി ഇറങ്ങുന്നത്. അതിലവർക്കൊരു കുറ്റബോധവും ഇല്ല. ഒരു 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ ഈ സംഘത്തിലുണ്ട്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ വലിയൊരു ഗ്യാങ്ങാണ്. ഇവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷണം നടത്തുന്ന സ്ഥലത്ത് അവർ അവിടെ ഒരു കുറേ നാൾ താമസിക്കും. വന്ന ഉടനെ ഒന്നും ചെയ്യില്ല. അവിടെയെല്ലാം നന്നായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഇവർ ആ ഒരു അറ്റംപ്റ്റിന് മുതിരാറുള്ളൂ. പകൽ സമയങ്ങളിൽ ഇവരെന്തെങ്കിലും വന്ന് എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ അവരിവിടെ ചെയ്യും. കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ നിന്ന് പതുക്കെ ഡേ ടൈമിൽ വന്ന് അവർ ചിലപ്പം ആക്രി പെറുക്കാനായിരിക്കും, അല്ലെങ്കിൽ തുണി വിൽക്കാനായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവർക്ക് പറ്റുന്ന വീടുകളൊക്കെ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്തിട്ട് പോകുന്നതാണ് പറയുന്നത്. എന്നിട്ട് രാത്രിയാകുമ്പം കൂടെയുള്ള ആളുകളുമായിട്ട് വന്ന് മോഷണം നടത്തും. ചിലപ്പോൾ 2-3 പേരേ വരികയുള്ളൂ മോഷണത്തിനിടെ. ആ ടൈമിൽ മോഷണം നടത്തിയിട്ട് പോവുക. അപ്പോൾ മോഷണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ഇവർക്കൊരു മേക്ക് ഓവറുണ്ട്. അത് ദേഹം മുഴുവൻ കരിയും ഓയിലും ചേർന്നൊരു മിശ്രിതം ദേഹത്ത് തേക്കും. അതുമാത്രമല്ല, കണ്ണ് മാത്രം പുറത്ത് കാണുന്ന വിധത്തിൽ ഒരു തുണി കൊണ്ട് മറയ്ക്കും. കണ്ണ് മാത്രം കാണാൻ പറ്റും. അതായത് ഫേസ് കവർ ചെയ്യും, കണ്ണ് മാത്രം കാണുന്ന വിധത്തിൽ. പിന്നെ അടിവസ്ത്രം മാത്രം. ഗ്ലൗസും ഉപയോഗിക്കാറുണ്ട്, കാരണം ഈ ഫിംഗർ പ്രിൻ്റ് ഒന്നും കിട്ടാതിരിക്കാനായിട്ട്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം CCTV ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഇവർക്ക് അതിനെയൊന്നും ഭയമൊന്നുമില്ല. ഒരു വരിക, അവരുടെ ഉദ്ദേശം നടപ്പാക്കുക. അപ്പം പ്രധാനമായും ഇവർ പുറകുവശത്തെ വാതിൽ പൊളിച്ചാണ് അകത്ത് കയറാറുള്ളത്. അവരുടെ ഒരു രീതി അതാണ്. അതല്ല എങ്കിൽ വീടിന് മുമ്പിൽ വന്നിട്ട് ടാപ്പ് തുറന്നു വിടുക, അല്ലെങ്കിൽ പല രീതിയിലുള്ള സൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തായാലും നമ്മൾ പുറത്തിറങ്ങി നോക്കും. ആ സമയത്ത് നമ്മളെ അറ്റാക്ക് ചെയ്യും, അങ്ങനെ അകത്ത് കയറുക. അപ്പം ഇങ്ങനെ 2 രീതി ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുടെ ആ ഒരു മോഷണ ശ്രമത്തെ നമ്മൾ തടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കും. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്, ഇവരുടെ കയ്യിൽ മാരക ആയുധങ്ങളുണ്ടായിരിക്കും. ഒന്ന് അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി, രണ്ടാമത് നമുക്ക് തരാനായിട്ട്. തമിഴ്നാട് സർക്കാർ ഇവരെ പുനരധിവസിപ്പിക്കാനായിട്ട് ഒരുപാട് പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും അവർക്കതിനോടൊന്നും താല്പര്യമില്ല. അതായത് ഇവർക്ക് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുക്കുക, പിന്നെ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യം, ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ തന്നെ തൊഴിൽ ചെയ്യാനുള്ള അവസരം, ഇതൊക്കെ ഗവൺമെൻറ് ചെയ്തു കൊടുത്തു. പക്ഷേ അവരതിലൊന്നും നിന്നില്ല. അവരവരുടെ കുലത്തൊഴിലേക്ക് തന്നെ തിരിച്ചു പോവുകയുണ്ടായി. എനിക്കൊരു ധാരണയുണ്ടായിരുന്നു, ഇവരൊന്നും നമ്മുടെ വീട്ടിലൊന്നും കയറില്ല, എന്ത് കുറുവാ സംഘം. പക്ഷേ എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നത്. കാരണം ഇവർ സാധാരണക്കാരുടെ വീടുകൾ നോക്കിയാണ് കയറുന്നത്. അതുമാത്രമല്ല, ഒഴിഞ്ഞ വീടുകൾ നോക്കി കയറുക, അവരുടെ അറ്റംപ്റ്റ് നടത്തുക, പോവുക. ഇവരിൽ പറഞ്ഞല്ലോ 15-13 പേരടങ്ങുന്ന ഗ്യാങ് ആയിരുന്നു. ഇതിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പുറത്താണ്. അപ്പോൾ ഇവരെവിടൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഒരു അറിവുമില്ല. ആലപ്പുഴയിലും എറണാകുളത്തും അല്ലേ, ഇവിടെ വരാൻ ചാൻസ് ഇല്ല എന്നൊക്കെ കരുതി നമുക്ക് ആശ്വസിക്കാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതായ ചില മുൻകരുതലുകളുണ്ട്. നമ്മുടെ സുരക്ഷ നമ്മൾ നോക്കുക, കുറച്ചുകൂടെ അലർട്ടായിരിക്കുക. നമ്മുടെ കതകുകളും ജനലും ഒക്കെ ഉറപ്പുള്ളതാണോ എന്ന് നമ്മൾ ഒന്നുകൂടെ ഉറപ്പ് വരുത്തുക. അലർട്ടായിട്ടിരിക്കുക. ആവശ്യമില്ലാത്ത ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ വെളിയിൽ ഇറങ്ങിയൊന്നും നോക്കരുത്. ആവശ്യമില്ലാതെ ആളുകളെ അടുപ്പിക്കരുത്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കുറച്ച് അലർട്ടായിട്ടിരിക്കുക.